സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണൻ രാധികയും ജയിലിൽ നിന്നിറങ്ങിയതറിഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കാലുതുള്ളി നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം അവിടെ എത്തുന്നതും മുത്തശ്ശി വരുണിൻ്റെ രാധികയുടെയും കുറ്റം യശോദയോടും ദേവിനോടും പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയങ്കമോളെ കൊന്നിട്ട് രണ്ടിനും കോടതി ജാമ്യം കൊടുത്തു, എങ്ങനെ കൊടുക്കാതിരിക്കും? അത്രക്ക് പൈസയല്ലേ ആ ഫിദ എന്ന് പറഞ്ഞവൾ എറിഞ്ഞിരിക്കുന്നത്. വാ തുറന്ന കള്ളം പറയുന്ന ഒരു വക്കീലിനെയാണ് അവർ വാദിക്കാൻ കൊണ്ടുവന്നത്. ആ പെണ്ണാണെങ്കിൽ ആടിനെ പട്ടിയാക്കുന്ന പ്രകൃതക്കാരിയും. അങ്ങനെ നമ്മുടെ പ്രിയങ്കമോൾക്ക് നീതി കിട്ടിയില്ല ദേവാ. അവളെ കൊന്ന് കത്തിച്ചു കളഞ്ഞ ആ വരുണൻ രാധികം ആ വക്കീല് പുഷ്പം പോലെയല്ലേ ഇറക്കിക്കൊണ്ടുപോയത്. എൻ്റെ പ്രിയങ്കമോളെ കൊന്ന ആ ദുഷ്ട ഈ മുറ്റത്തേക്ക് കാല് കുത്താൻ പോലും ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ ഈ വീടിൻ്റെ പടിക്കകത്ത് പോലും കയറ്റില്ല എന്നും പറഞ്ഞ് കാലുകളിൽ നിൽക്കുവാണ് സുകുമാരിയമ്മ. എന്നാൽ ഇതിനോടകം തന്നെ ദേവനും യശോദയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും കേട്ടോ. അവരെ സുകുമാരിയമ്മ പറഞ്ഞത് കേട്ടിട്ടും മറുത്തൊന്നും പറയാതെ മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. യഥാർത്ഥത്തിൽ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ അവരറിഞ്ഞിട്ടുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി ആറ്റുവാശ്ശേരിയിലെത്തുന്നതാണ്. രാധിക പേടിച്ചാണ് കേട്ടോ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുന്നത്. അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്നുള്ള ടെൻഷൻ രാധികയ്ക്ക് നല്ലപോലെ ഉണ്ട്. അങ്ങനെ രാധിക ദേവൻ്റെ അരികിലേക്ക് ചെന്ന് ദേവൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. കൂടെ വരുണും ഉണ്ടാകും. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ അവർ രണ്ടാളെയും കാണുമ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും അവരെ രണ്ടാളെയും ആറ്റി ഇറക്കുകയും ചെയ്യുന്നുണ്ട്. മര്യാദക്ക് രണ്ടും ഇപ്പത്തിനോട് നിറങ്ങി പൊക്കോണം, നിന്റെ ഈ കള്ളക്കരച്ചിലൊന്നും ഇനി ഇവിടെ നടക്കില്ല. അന്നേരം ദേവൻ അമ്മയോട് മിണ്ടാതിരിക്കാൻ പറയുവാണ്. എൻ്റെ മോളെ എനിക്ക് വിശ്വാസമുണ്ട്, രാധിക മോളല്ല പ്രിയങ്ക മോളെ കൊന്നത്. ആ ഉറച്ച ബോധ്യം എനിക്കും യശോദക്കും ഇപ്പോൾ നല്ലപോലെ ഉണ്ട്. അമ്മ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഞങ്ങളതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്നെ എനിക്ക് വിശ്വാസം മോളെ, നീ ഒരു തെറ്റും ചെയ്യില്ല. അങ്ങനെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുന്നതും രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയം യശോദയും രാധികയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ്. അന്നേരം രാധികയെ മനസ്സ് തുറന്ന് കരയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അച്ഛനും എന്നെ അവിശ്വസിക്കുക എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ എന്നും പറഞ്ഞ് രാധിക സങ്കടപ്പെടുക. അന്നേരം രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ദേവനും യശോദയൊക്കെ അത് കാണുമ്പോൾ വരുണിന് സന്തോഷവുമാണ്. പിന്നീട് കണിമംഗലത്ത് തിരിച്ചെത്തുന്ന വരുണിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വരുണിനെ കാണുന്നതും പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയെ എല്ലാവരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വരുൺ പുറത്തിറങ്ങിയതിൽ അവരെല്ലാവരും സന്തോഷത്തിലാണ് കേട്ടോ. ഈ സമയം സൂര്യ അവരോട് പറയുന്നുണ്ട്, ഫിദ മാം ഏർപ്പാടാക്കിയ വക്കീൽ വന്ന് വാദിച്ചതുകൊണ്ടാണ് വരുണിൻ്റെ രാധികയുടെ നിരപരാധിത്വം കോടതി തെളിയിക്കാൻ പറ്റിയത്. യഥാർത്ഥത്തിൽ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ അവളായിട്ട് തന്നെയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തിയത്. അതിന് കൂട്ടുനിന്നതോ അവളുടെ മുത്തശ്ശി. അതൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ പത്മിനിയും പരമേശ്വരനും ഒക്കെ. എന്നിട്ട് പിന്നെ പ്രിയങ്കയ്ക്ക് എന്താ സംഭവിച്ചത് അതറിയില്ല, അത് പോലീസിനെ കണ്ടുപിടിച്ചോളും. എന്താണെങ്കിലും വരുണും രാധികയും പൂർണ്ണമായും നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുമാത്രമല്ല വരുൺ യഥാർത്ഥത്തിൽ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്ന് കോടതിക്ക് മുമ്പിൽ വെച്ച് തന്നെ തെളിയിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും അച്ഛനും അമ്മയും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുണിൻ്റെ കൂടെ നിൽക്കി. വരുണിൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കുക. അവൻ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുക വേണ്ടത്. അങ്ങനെ പറഞ്ഞ് സൂര്യയും വരുണും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശിയും പറയുന്നുണ്ട്, പരമേശ്വര ഇനി കുടുംബത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് ഓരോ മുടന്ന ന്യായങ്ങളും പറഞ്ഞ് ഇനി നീ വരുണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അവൻ ആഗ്രഹിച്ചത് രാധികയുടെ ഒപ്പമുള്ള ജീവിതമാണ്. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ടത്. ഇപ്പോൾ വരുൺ രാധികയുടെ കഴുത്തിലെ താലി കെട്ടിയെന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ട സത്യമാണ്. ഇനിയും നമ്മളത് കണ്ടില്ലാതെ നടക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അതിലൊരു തീരുമാനം എടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പരമേശ്വരൻ പത്മിനിയോട്. പിന്നീട് കാണിക്കുന്നത് ദേവനും യശോദയും കണിമംഗലത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുവാണ്. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയുടെ എങ്ങോട്ടേക്കാ? ഞങ്ങൾ കണിമംഗലത്തേക്ക് പോകുക. അല്ല ഇപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ടോ? അതെ. ഇനിയും നിങ്ങളുടെ കാര്യം നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്താണെങ്കിലും ഇപ്പോൾ ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി നിങ്ങൾ തമ്മിലൊന്നിച്ചുള്ള ജീവിതം, അതിനുവേണ്ട കാര്യങ്ങൾ അച്ഛനും അമ്മയും എന്ന നിലയിൽ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണ്ടേ? അച്ഛ അത് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അതൊന്നും മോള് നോക്കണ്ട. പോകാനുള്ളതൊക്കെ പോയി അവൾ തന്നെ വരുത്തി വെച്ചത് ആ വിധി. അതിനെക്കുറിച്ച് ഓർത്തിനി സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇനി ഈ അവസാന നാളുകളിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെങ്കിലും ചെയ്യുക. മോളുടെ നല്ല ജീവിതം അത് അച്ഛനും നമുക്കും കാണണം. ഞങ്ങൾ ഇപ്പം തന്നെ ചെല്ലുക കണിമംഗലത്തേക്ക്. ചെന്ന് പരമേശ്വരനോടും പത്മിനിയോടും അവിടെ എല്ലാവരോടായിട്ട് നിങ്ങളുടെ രണ്ടാളുടെയും കാര്യം അവതരിപ്പിക്കുക. എൻ്റെ രാധിക മോൾക്ക് വേണ്ടി ഒരെണ്ണം തരുമോയെന്ന് അച്ഛൻ തന്നെ ചോദിക്കും മോളെ.
അങ്ങനെ പറഞ്ഞ് ദേവനും യശോദയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം രാധികക്കാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാധിക നേരെ ഭഗവാന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുക. ഭഗവാനെ, അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി വരണ് ചോദിക്കാൻ പോയിരിക്കുക. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യം ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും എനിക്കറിയില്ല ഭഗവാനെ. എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും നീയാ കൂടെ ഉണ്ടായത്. എല്ലാം നല്ലതുപോലെ തന്നെ നടത്തണേ എന്നും പറഞ്ഞ് രാധിക ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തെത്തുന്ന ദേവനെയും യശോദേനെയാണ് കേട്ടോ. അങ്ങനെ ദേവനെയും യശോദേനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് പരമേശ്വരനും മുത്തശ്ശിയും പത്മിനിയൊക്കെ. ഈ സമയം സൂര്യൻ വരണമൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം പരമേശ്വരൻ ദേവനോട് പറയണേ, തിരുമേനി, ഇവിടെ നടന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. മകളെ നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ വേദന, ആ വേദന അനുഭവിക്കുന്ന ആളെ എങ്ങനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അന്നേരം ദൈവം പറയുന്നുണ്ട്, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ. ഇതിനെ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഒരു സന്തോഷമുള്ള കാര്യം വരുണിൻ്റെ രാധികയുടെയും കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തല്ലേ പറ്റൂ. അവർക്കിനിയും ഒരു ജീവിതം ഉള്ളതല്ലേ. യഥാർത്ഥത്തിൽ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. സത്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയെങ്കിൽ ഇങ്ങനൊരു ചതിക്ക് ഒരിക്കലും കൂട്ടി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. യഥാർത്ഥത്തിൽ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ദിവസം ഞാൻ പതറിപ്പോയിരുന്നു. പക്ഷേ ആലോചിച്ചപ്പോൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം കിട്ടി. ദൈവം യോജിപ്പിച്ചത് വരുണിനെ രാധികയും അവർ തന്നെ ഒന്നിക്കേണ്ടതും. നമുക്ക് കുട്ടികളുടെ കാര്യം നടത്തി കൊടുത്തൂടെ? അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം നമുക്ക് രണ്ട് കൂട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ ഒരുക്കി കൊടുത്തൂടെ? അതുതന്നെയാവും അവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദേവൻ്റെ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുവാൻ വരുൺ. ഈ സമയം സൂര്യയും സന്തോഷത്തോടെ വരുണിനെ നോക്കുവാണ്. അന്നേരം ഇതെല്ലാം കേട്ട് പത്മിനിയും വരുണിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പരമേശ്വരനും പത്മിനിയൊക്കെ ബോധ്യപ്പെടുവാണ്. വരുൺ യഥാർത്ഥത്തിൽ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്ന് അവർക്ക് മനസ്സിലാകുവാണ്. തിരുമേനി പറഞ്ഞതുപോലെ തന്നെ വരുണിനെയും രാധികേനെയും ഒന്നിപ്പിക്കാനും അവരുടെ വിവാഹം വീണ്ടും ഒന്നുകൂടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒളിവും മറയും ഒന്നുമില്ലാതെ നടത്താനും അവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നൊക്കെ ഒരു അടിപൊളി എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്